തെരുവുനായ പേടിയിലാണ് രാജ്യ തലസ്ഥാനം. സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടും ദില്ലിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ്. പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനെത്തിയ 2 വിദേശ കോച്ചുകൾക്ക് തെരുവുനായയുടെ കടിയേറ്റതോടെ പ്രതിരോധ നടപടികൾ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഊർജിതമാക്കി. കഴിഞ്ഞ വർഷം 25,210 പേർക്കാണ് ദില്ലിയിൽ നായയുടെ കടിയേറ്റത്. 2023 തെരുവുനായ ആക്രമണത്തിനിരയായത് 16,133 പേരാണ്. മുഴുവൻ നായ്ക്കളെയും ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്ന ഉത്തരവ് സുപ്രീം കോടതി ലഘൂകരിച്ചത് തെരുവുനായ പ്രതിരോധത്തിൽ തിരിച്ചടിയായി മാറുകയും ചെയ്തു. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. അതിൽ രാജ്യ തലസ്ഥാനം ഇന്ന് കേരളത്തിലെയൊക്കെ പോലെ തന്നെ ഇനി അതിനേക്കാൾ രൂക്ഷമാണെന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ് തെരുവുനായ ആക്രമണത്തിൽ അവിടെ നേരിടുന്നത്. ഇതിപ്പോ പുറത്തുനിന്ന് എത്തിയ ആളുകളടക്കം നാണക്കേടായി നമ്മുടെ രാജ്യത്തിന് തന്നെ എന്ന് പറയാം. വിദേശ കോച്ചുകൾക്കൊക്കെയാണ് കടിയേറ്റത്. ഇനി അതോടുകൂടി പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ഊർജിതമായിട്ടുണ്ടോ? മറ്റൊന്ന്, ഈ കണക്ക് കഴിഞ്ഞ വർഷം മാത്രം 25,210 പേർക്ക് ദില്ലിയിൽ നായയുടെ കടിയേറ്റു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കണക്കല്ല അല്ലേ അതിൽ? ഉറപ്പായും അതുതന്നെയാണ്. കണക്കുകൾ വളരെ നാണക്കേടിലേക്ക് തന്നെയാണ് നയിക്കുന്നത്, വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല റോഷ്നി പറഞ്ഞതുപോലെ വിദേശത്ത് നിന്ന് എത്തിയ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനെത്തിയ വിദേശ കോച്ചുകൾക്ക് പോലും കടിയേൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് ദില്ലിയിൽ എന്നതും വലിയ നാണക്കേടും ലജ്ജ തോന്നേണ്ട സാഹചര്യമാണ് രാജ്യ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം ഓഗസ്റ്റ് 8 പുറത്തു വന്നിരുന്നു. ദില്ലിയിലുള്ള എല്ലാ നായകളെയും പിടികൂടണം, ഒരു നായയെ പോലും പുറത്ത് കാണരുത്, നായകളെയെല്ലാം ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം. പിന്നീട് വലിയ പ്രക്ഷോഭവും പ്രതിഷേധവും തെരുവിൽ വലിയ കലാപത്തിന് സമാനമായ സംഘർഷത്തിന് സമാനമായ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മൃഗസ്നേഹികളുടെ ഭാഗത്ത് നിന്ന്. ഇതിന് പിന്നാലെ സുപ്രീം കോടതി തന്നെ പിന്നീട് ഈ ഉത്തരവ് പരിഷ്കരിക്കുകയും നായകളെ പിടികൂടി വന്ധ്യംകരിച്ച ശേഷം അതേ സ്ഥലത്ത് തന്നെ തുറന്നുവിടാം എന്നുള്ളതായിരുന്നു പിന്നീട് പരിഷ്കരിച്ച് നൽകിയ ഉത്തരവ്. ഏതായാലും ഈ ഉത്തരവിലെ പരിഷ്കാരം തിരിച്ചടിയായിട്ടുണ്ട് പ്രതിരോധത്തിൽ എന്നതാണ്. ഏതായാലും വിദേശ കോച്ചുകൾക്ക് തെരുവുനായ ആക്രമണം ഉണ്ടായതിനു ശേഷം ഒരു സ്പെഷ്യൽ ഡ്രൈവിലേക്ക് കൂടി ദില്ലിയിലാകെ കടന്നിരിക്കുന്നു. അപ്പോഴും പൂർണ്ണമായി തെരുവുനായയിൽ നിന്ന് മുക്തി നേടാൻ അല്ലെങ്കിൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുവരെ ദില്ലി നിവാസികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. റോഷ്നി, രാജ്യ തലസ്ഥാനത്തെ അവസ്ഥയാണ് ആദിൽ പാലോട് വിശദീകരിച്ചത്. സുപ്രീം കോടതി വരെ ഇടപെട്ട വിഷയമാണ് ഒരു തെരുവുനായ കാര്യത്തിൽ. പക്ഷേ പ്രതിരോധങ്ങളും പരിഹാരങ്ങളും ഒക്കെ ആയോ എന്ന ഒറ്റ ചോദ്യത്തിന് ഇല്ല എന്ന് മറുപടി പറയേണ്ടി വരും.